ഇക്കൊല്ലം ഇവിടെ വിപ്ലവം സൃഷ്ടിക്കും പരമേശ്വരനാരെ കണ്ടോളൂ. അതെ അതെ. എന്താ പത്മിനി? ഞാൻ വിചാരിച്ചു ചന്ദ്രേട്ടനായിരിക്കുമെന്ന്. ഓ, ചന്ദ്രനായരുടെ വരവ് കണ്ണിൽ അന്നൊഴിച്ച് കാത്തിരിക്കല്ലേ. ഞങ്ങൾ ലീലാവതി തമ്പുരാട്ടി ഒന്ന് കാണാൻ വന്നതാ. തമ്പുരാട്ടി ഉണ്ടാവോ? ഞാനിപ്പോ അവിടുന്ന് വരണേ. ആ, എന്നാ വരാ വരാ വരാ. ശരി ശരി. പത്മിനെ ഞാൻ വെറുതെ മോഹിപ്പിച്ചു. ആ, പിന്നെ പത്മിനി എല്ലാ കാര്യങ്ങളും അറിഞ്ഞാണല്ലോ. മേനോൻചേട്ടൻ ഇത്തവണ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെന്ന് അന്ന് പറഞ്ഞല്ലോ. അതല്ലാന്നേ, ഈ കുട്ടി ഈ ലോകത്തൊന്നുമില്ല ജീവിക്കണേ. പരിപാടികൾ അടിമുടി മാറുക, പരിപാടിയിൽ യുക്തമായ ഭേദഗതികൾ വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടെന്ന് നോട്ടീസിൽ അടിച്ചതേ അതിനല്ല. കോഴിപ്പറമ്പൻ തങ്കപ്പൻ നായർ വാഴപ്പള്ളി മാധവനോടുള്ള കളി, ഓട്ടം തുള്ളൽ, 3 ആനപ്പുറത്ത് ശ്രീവേലി, അതും പല്ലാവൂർ അപ്പുമാരുടെ പഞ്ചവാദ്യം. എന്താ ഞെട്ടിയോ? 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 ഞെട്ടണ്ട, വരുന്നുള്ളൂ. പ്രതിഭ ആർട്സ് ക്ലബിന്റെ നാടകം കൂടാതെ ബാലെ. അപ്പൊ ഗാനമേള വേണ്ടാന്ന് വെച്ചോ? വേണ്ടാന്ന് വെക്കേ. അതിന് മാധവന്റെ അച്ഛൻ ഗോവിന്ദമേനൻ അല്ലായിരിക്കണം. ഫുൾ ടൈം ഓർക്കസ്ട്ര. നമ്മുടെ ക്ലബിലെ പാട്ടുകാരോടൊപ്പം ഗാനമേള നയിക്കുന്ന ആരാന്നാ വിചാരിച്ച്? ആരാ? ജൂനിയർ യേശുദാസ്. ഞെട്ടി, ഇപ്പൊ ശരിക്കും ഞെട്ടി. എന്നാ പിന്നെ എന്തിനാ ജൂനിയർ? യേശുദാസിനെ കൊണ്ടുവന്ന് പോരെ? ഈ പറയുന്നത് മനസ്സിൽ വെച്ചാ മതി. സാക്ഷാൽ യേശുദാസിനൊക്കെ ക്യാമന. യേശുദാസൻ ഞെട്ടിയിരിക്കുന്ന സിനിമാരംഗത്തെ റൂമർ. എന്റെ കുരുത്താണോ അതോ കാരണവന്മാര് ചെയ്ത പുണ്യാണോ അദ്ദേഹം വരാതെ സമ്മതിച്ചിരിക്കുക. മൂപ്പര് വരുമ്പോ ഈ തട്ടാന്റെയും കിട്ടാന്റെയും മോളൊന്നും പാടിയ ശരിയാവില്ല. അതിന് പറ്റിയൊരു പാട്ടുകാരി വേണം. നമ്മുടെ കോലോത്തെ ലീലാവി തമ്പുരാട്ട മോളില്ലേ, അതാ അസലായിട്ട് പാടുന്നു. പിന്നെ ആ കുട്ടി 8-10 വർഷം ശാസ്ത്രീയ സംഗീതം പഠിച്ചതല്ലേ? ശാസ്ത്രീയം വേണം, ശാസ്ത്രീയം വേണം. എന്നാലൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. തമ്പുരാട്ടി ഒന്ന് സമ്മതിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്റെ കൃഷ്ണ. ഞാനിപ്പോ എന്താ പറയാ, ഒരു കച്ചേരിക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാതെ ഞാൻ സമ്മതിക്കായിരുന്നു. ഇത് ഈ ഗാനമേളന്നൊക്കെ പറഞ്ഞ ഒരുട്ട് ആഭാസല്ലേ. ഇവിടുന്ന് വേറൊന്നും ധരിക്കണ്ട. ഭഗവാനുള്ളൊരു നേർച്ചയായിട്ട് അങ്ങടാ കരുതുക. എന്താ പരമേശ്വരനെ? അതെ അതെ. ഈ വരുന്ന മൂപ്പരുണ്ടല്ലോ, ഈ ജൂനിയർ, അത്ര മോശക്കാരനൊന്നും അല്ലാന്നാ പറയണത്. ശാസ്ത്രീയം പഠിച്ചിട്ടുണ്ടത്രേ. എന്നാലും ക്രിസ്ത്യാനിയല്ലേ? ഏയ്, ഇത് ജൂനിയർ യേശുദാസ് ശശികുമാറാണ്. നല്ല ഒന്നാന്തരം നായർ മേനോ പട്ട അല്ലേ പരമേശ്വരനെ? എന്തായാലും നായർക്കായില്ല, അത് ഉറപ്പാ. ദയവായി നോ എന്ന് പറയരുത്. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്ന. എന്നെ ഒന്ന് രക്ഷിക്കണം. ഏതായാലും ഞാൻ കുട്ടിയോടും ചോദിക്കട്ടെ. ഇങ്ങോട്ട് മാറൂ. മേനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവസാനത്തെ അടമങ്ങണ്ട് എടുക്കുക, കാലിലങ്ങണ്ട് വീഴുക. അത്രയ്ക്ക് വേണോ? ആ, ഒന്നുമില്ലെങ്കിൽ തമ്പുരാട്ടരുടെ കാലല്ലേ. എന്തായാലും കഴുതക്കാലിലും ഭേദമാണല്ലോ അല്ലേ തമ്പുരാനെ? അതെ. കഴുതക്കാലം പിടിക്കാം അല്ലേ നായരെ? തമ്പുരാട്ടി, ഒരുമിച്ചൊരു പാട്ടും കുളിയും. ഇനി കിടപ്പൂടി ഒരുമിച്ചാവോ? വേഗം കുളിച്ചു വരൂ. നിന്നെ കാണാൻ കുറച്ച് ആളുകൾ വന്നിരിക്കണു. രാധേ, രാധേ, എന്നെ കാണാൻ എന്തിനാ ആളുകൾ വന്നെന്നറിയോ? ഞാനിങ്ങനെ അറിയാ? ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിന് ഗാനമേളയ്ക്ക് പാടാൻ പോണു. ഗാനഗന്ധർവൻ ജൂനിയർ യേശുദാസിന്റെ കൂടെ. പിന്നെ നോണ, യേശുദാസല്ലേ നമ്മുടെ അമ്പലത്തിൽ വന്ന് പാടാൻ പോണത്? യേശുദാസ് അല്ലടി, ജൂനിയർ യേശുദാസ് ശശികുമാർ. യേശുദാസിനെ പോലെ തന്നെ പാടൂത്രേ. ഉവ്വ, അത് വിശ്വസിക്കാൻ കുട്ടിയിട്ട് മണ്ടിയായി പോയല്ലോ. യേശുദാസിനെ പോലെ പാടാൻ ലോകത്ത് ആർക്കാ പറ്റുക? അതുണ്ടല്ലോ, ഗന്ധർവൻ മനുഷ്യജന്മം എടുത്തതാ. എന്നിട്ട് പെങ്ങാണ്ടെന്നൊരു ശശികുമാരി കയറി വന്നിരിക്കുന്നു. കൃഷ്ണ രക്ഷിച്ചു. ഇപ്പഴാണ് ശ്വാസം നേരെ വീണത്. വരാ വരാ വരാ. യേശുദാസ് അല്ലേ? അതെ. ഒരു താടിയുടെ കുറവുണ്ട്. ഓ, അല്ല, യേശുദാസിന് നല്ലൊരു സുന്ദരം താടിയുണ്ട്. ആദ്യം ഈ അസൂയ കളയാ, എന്നാലും നീയൊക്കെ നന്നാവൂ. വരൂ 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 വരൂ. പരിചയപ്പെട്ടില്ലല്ലോ. പറക്കൽ കോവിലെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, പ്രസിദ്ധാണേ. ആ കോലോത്തെ ലീലാവതി തമ്പുരാട്ടി കലാമണ്ഡലത്തിലും മ്യൂസിക് ടീച്ചറാ. ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ. സംഗീതത്തിൽ ജനിച്ചു, സംഗീതത്തിൽ വളർന്നു, സംഗീതമേ ജീവിതം. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പാടാൻ ചെറിയമ്പുരാട്ടെ കിട്ടിയത് എന്റെ ഭാഗ്യമല്ല, താങ്കളുടെ ഭാഗ്യ. ശശികുമാർ ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? ഉവ്വ്. ആരാണ് ഗുരു? ഗുരു കോളേജിലെ പഠിച്ചത്.
പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ്. അപ്പൊ പ്രഭാകരവർമ്മയെ പിന്നെ അറിയും. പക്ഷെ ഞാൻ മെയിനായിട്ട് ഈ വീട്ടിലെ മുത്തച്ഛനും അച്ഛനും അമ്മയും ഒക്കെ പാടുമായിരുന്നേ. അവര് പാടുന്നത് കേട്ട് കേട്ടാ എനിക്ക് ശരിക്കും ഈ വാസന ഉണ്ടായത് തന്നെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ മേന്നെ, ഈ കലാ സംഗീതം എന്നൊക്കെ പറയണത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ. അതെ അതെ. എന്നാ പിന്നെ ഞാൻ വഹിക്കണില്ല. ഓട്ടോറിക്ഷയുടെ കാശ്. ആ ഒരു കാര്യം ചെയ്യേ, തമ്പുരാട്ടൊന്ന് കലാമണ്ഡലത്ത് കൊണ്ടുവിട്. എന്നിട്ട് കമ്മിറ്റി ഹൗസിൽ മേടിച്ചോ. ഞാൻ പറഞ്ഞാൽ മതി. ശരി. ആ അപ്പൊ കേക്കാൻ ഞാനും വരണുണ്ട്. വരണല്ലോ. കേട്ടില്ലേ പറഞ്ഞത്? അപ്പോ യാത്രയൊക്കെ സുഖമായിരുന്നോ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശബ്ദം. എന്തത്? ചുക്കോള. ഓ ദാസേട്ടൻ ഇതാ കുടിക്ക. ഏത് ദാസേട്ടൻ? യേശുദാസേ. ഓ ഇതിനൊക്കെ നല്ല ഉഗ്രൻ സാധനം ഞാൻ ഉണ്ടാക്കി തരാം. ചുക്കും കുരുമുളകും അരിമോദകവും ഇരട്ടിമതിരൊക്കെ ഇട്ടിട്ട് നല്ല കടുപ്പത്തുള്ളൊരു കാപ്പി. തൊണ്ടുണ്ടല്ലോ കുയിൽനാദവും കുയിൽനാദം. എന്താടി ഈ വഴി? ഏയ് ഒന്നുമില്ല, ഞാൻ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട്. എന്നിട്ടെന്താ ഈ വഴി? സ്കൂളിൽ വിട്ടിട്ട് ഈ വഴി ഒരാളെ കാണാണ്ടായിരുന്നേ. ഇവിടെ തട്ടാനില്ലേ ഗോവിന്ദൻ, ഒരു കമ്മൽ വിളക്കാൻ കൊടുത്തിരുന്നേ. ഇതൊക്കെ നിന്റെയാ? കണ്ടോര് കിട്ടൊന്നും ഞാനിടില്ല. ഈ കമ്മല് സ്വർണ്ണ? നല്ല അസല് സ്വർണ്ണ. എന്റെ കമ്മലും മാലയും വളയും ഒക്കെ സ്വർണ്ണ. മുക്കൊന്നും ഞാനിടില്ല. നിന്റെ ഭാഗ്യം. നിനക്ക് അവിടെ എന്താ സുഖം? ഇവിടെ പണിയെടുത്തെടുത്തിന്റെ നടു ഒടിഞ്ഞു. എന്നിട്ട് തരണതോ 150 റുപ്യ. പിന്നെ വളിച്ചതും പുളിച്ചതും കൈയിട്ട് വാരിയതും അറയ്ക്കും. എനിക്കൊന്നും അറിയില്ല. ഞാൻ അവിടെ വേലക്കാരിയായിട്ടൊന്നല്ല നിക്കണേ. പിന്നെങ്ങനെ ഞാനതൊക്കെ അറിയാ? നിന്റെ പാട്ട് നന്നായിട്ടോ. കാണാറൊക്കെ ഇതന്നെയാ പറയണേ. വഴിയില് ചെക്കന്മാര് കളിയാക്കുക. എസ് ജാനകിന്ന് വിളിച്ച്. ശശിയേട്ടൻ പറയണത് ചിത്രയുടെ പോലെയെന്നാ. ശശിയേട്ടന്റെ പാട്ട് എന്ത് രസമല്ലേ? ശരിക്കും യേശുദാസ്. പോയി അവരൊക്കെ? ആരൊക്കെ ഉണ്ട്. ശശികുമാർ എട്ടരയായപ്പോ എണീറ്റ് കുളിയും കഴിഞ്ഞു പോയി. പത്തരയുടെ മേലിന് പോകാനാ. ഗന്ധർവകായം കണ്ടേ പൊന്നിൽ കുളിച്ചു നിൽക്കും ചന്ദ്രികാവസന്തം. തൊള്ള നോക്കാൻ നല്ലോണം മുറുക്ക് പലാലേ. ബലം പിടിച്ചു നിൽക്കുമ്പോ നിങ്ങൾക്കൊരു സുഖമായിക്കോട്ടെന്ന് വെച്ച് പാടിയത് കുറ്റമായോ? എന്നെ സൂചിപ്പിക്കാനാ? അതിൽ പാട്ടാ കളന്ന കാര്യം പോലെയുണ്ട്. എന്റെ പാട്ട് നോക്കണ്ട. എന്നാലും എന്റെ മായിട്ടിക്ക, നിങ്ങൾ അവളുടെ പാട്ടൊന്ന് കേൾക്കണായിരുന്നു. എന്നോട് ചോദിക്കാണ്ട് പോ എന്റെ കലി കയറിയ ഞാൻ അവിടെ ചെന്നത്. ചെന്നപ്പോ അവള് പാടുക റെക്കോർഡ് വെച്ച് പോലാന്നേ. എല്ലാം വല്ലയിടത്തും ചേർത്ത് പഠിപ്പിക്കടാ. വല്ല പള്ളിക്കൂടുതലും പാട്ട് ടീച്ചറെ ജോലി കിട്ടും. അത് പള്ളി പറഞ്ഞാ മതി. അങ്ങനെ പഠിച്ച പടിപ്പുറത്തൊന്നും കയറണ്ട. ഉള്ളത് എന്റെ വീട്ടിൽ ഇരുന്ന് പാടിയാ മതി. ഞാൻ കേട്ട് സൂചിച്ചോളാം. അത് മതി. ഓ, തന്നെ പോലത്തെ ഒരു മരണം മുത്തൂരെ സഹിക്കുന്നുണ്ടല്ല പെൺകുട്ടി. നിങ്ങൾക്കാ ഞാൻ മുരടൻ. അവക്കെന്നെ ജീവന. എന്റെ മുഖം ഒന്ന് മാറിയാലുണ്ടല്ലോ മൂത്രം ഒഴിക്കും. അയ്യേ മൺമടലിലയെ കണ്ടാൽ ഒன்றോ മറുതിൽ. അയ്യോ ദിവാരൻ. മായിക്ക, അത് നമ്മുടെ കുഞ്ഞുട്ടനാ ശരിയല്ലേ? അയ്യോ അങ്ങനെ വീണ ശരിയാവില്ല. ഏയ് അതേതോ ചട്ടികാലനാ. അല്ലെന്ന് അയാള് തന്നെ. അല്ല ഇതാരാ? ദിവാറിനോ? അല്ല തന്റെ. ഇവിടെ താനാ പത്നേച്ച കയ്യിൽ നിന്ന് കാശ് വാങ്ങി നോക്കിയിട്ട് മാസം രണ്ടായില്ലേ? എത്ര പ്രാവശ്യം വരാന്ന് പറഞ്ഞ് പറ്റിക്കണേ? എന്റെ തൊഴിൽ സത്യമായിട്ട്, എന്റെ ഈ മുഴക്കോല് സത്യമായിട്ട്. കാശ് മേടിച്ച് കൈ വെച്ചിട്ട് പണി കാണിക്കരുത്. എടാ ഞാൻ പറഞ്ഞു വന്നേ പറ്റൂ. വരാന്ന് പറഞ്ഞാൽ വരും. എടാ ഞാൻ നുണ പറയാനുണ്ടല്ലോ. ഓടിയിട്ടാണ് ഞാൻ വണ്ടി.
ആളെവിടെ? മാഞ്ഞു പോയോ? മാഞ്ഞു പോവാൻ ഞാൻ മാങ്ങനല്ല. ഡോ തന്നെ ഞാൻ പിടിച്ചോളാം. ആ, പിടിക്കാൻ വേറെ ആശാരിയെ നോക്കിയാ മതി. നീ എന്നെ ഒരുപാട് ഒലത്തും. നിനക്ക് ഈ കള്ളനല്ലാതെ വേറെ നല്ല ആശാരിമാരാണ് ഏർപ്പാടായി കൊടുത്തു. അതിന് പണി പകുതി കഴിഞ്ഞ് മുങ്ങിയാ പിന്നെ വേറെ ആശാരി വിളിച്ചാ വരുമോ?